തിരുവനന്തപുരം വെള്ളറടയിൽ ആരോഗ്യ പ്രവർത്തകനെ മർദ്ദിച്ച 2 പേർ പിടിയിൽ. രോഗിയുടെ പ്ലാസ്റ്റർ ഇളകി മാറിയെന്ന് ആരോപിച്ച് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചവരാണ് പിടിയിലായത്. കരിമരം കോളനിയിലെ നിഷാദ്, കിളിയൂർ സ്വദേശി ശ്യാം എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ ചേരുന്നു. അലക്സ്, സംഭവം എന്താണ്? ആശുപത്രി സംരക്ഷണ നിയമം അവർക്കെതിരെ ചുമത്തപ്പെട്ടില്ലേ? ഹാഷ്മി, വെള്ളറട കരിമരം കോളനിയിലെ നിഷാദ് 20 വയസ്സാണ് ഇയാൾക്ക് പ്രായം. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഇയാൾ ആശുപത്രിയിൽ, അതായത് വെള്ളറട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. ഇയാളുടെ മുതുകിന് പ്ലാസ്റ്റർ ഇടണമെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു. പക്ഷേ നിഷാദ് വീട്ടിലെത്തിയപ്പോൾ പ്ലാസ്റ്ററിന്റെ ഒരു വശം ഇളകി മാറി എന്നാരോപിച്ചാണ് മടങ്ങിയെത്തി നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത്. വെള്ളറട ആനപ്പാറ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ സനൽ രാജനാണ് മർദ്ദനമേറ്റത്. ഈ നിഷാദിനൊപ്പം നിഷാദിന്റെ സുഹൃത്ത് കിളിയൂർ സ്വദേശി ശ്യാം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 പേരാണ് മർദ്ദിച്ചത്. തുടർന്ന് സനൽരാജ് പോലീസിൽ പരാതിപ്പെട്ടു. ഇവർ 2 പേരെയും പിടികൂടിയിട്ടുണ്ട്. നിഷാദും കിളിയൂർ സ്വദേശി ശ്യാം എന്നിവരെ മാരാമുട്ടത്ത് നിന്ന് വെള്ളറട പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പരിക്കേറ്റ ചികിത്സ തേടിയ വെള്ളറട കരിമരം കോളനിയിലെ ഈ നിഷാദ്, ഒപ്പം ഈ ശ്യാം എന്നിവർക്കെതിരെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള കേസ് എടുത്തിട്ടുണ്ട്. അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. ഹാഷ്മി, ഓക്കെ. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്.